നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സാഫ് സഫായി മേ അവൽ ഗാവ് എന്ന ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗമാണ്. നമ്മൾ സാഫ് സഫായി മേ അവൽ ഗാവ് ഒരു പാർട്ട് എടുത്തതാണ്. ഇനി സെക്കൻഡ് പാർട്ടാണ് എടുക്കാൻ പോകുന്നത്. ബാക്കി നോക്കാം. सफाई के प्रति उनकी जागरूकता का अंदाजा तुम इस बात से लगा सकते हो कि अगर सड़क पर चलते हुए उन्हें कहीं भी कचरा नजर आए तो वे पहले कचरे को डस्टबिन में डालते हैं, फिर आगे बढ़ते हैं. यहाँ लोग अपने घर से निकलने वाले कूड़े कचरे को भी डस्टबिन में जमा करते हैं और फिर उसे एक जगह इकट्ठा कर खेती के लिए गाद की तरह इस्तेमाल करते हैं. നോക്കാം. സഫായി കെ പ്രതി ഉൻകി ജാഗരൂകത കാ അന്ദാസ, ശുചിത്വത്തെ പ്രതി അവരുടെ ഉണർവിൻ്റെ അന്ദാസ, ഉണർവിൻ്റെ ആ തെളിവ് നിങ്ങൾക്ക് തും ഇസ് ബാത് സേ ലഗാ സക്ത, ഈ കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഗർ എന്താണ്, ഏത് കാര്യത്തിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് നോക്കാം. അഗർ സടക്ക് പർ ചൽത്തേ ഹുയേ ഉനേ, സടക്ക് പർ റോഡിലൂടെ നടക്കുന്ന സമയത്ത്, ഉനേ കഹീം അവർ എവിടെയെങ്കിലും, കച്ചര നസർ ആയത്തോ എന്തെങ്കിലും വേസ്റ്റ് അവരുടെ ദൃഷ്ടിയിൽ പെടുകയാണെങ്കിൽ, വേ പഹലെ അവർ ആദ്യം തന്നെ, കച്ചരേക്കോ ആ വേസ്റ്റിനെ, ഡസ്റ്റ്ബിൻ മേ ഡാൽത്തേ ഹേ ഡസ്റ്റ്ബിന്നിൽ ഇടുന്നു. ഫിർ ആകെ ബഡ്തേ ഹേ അതിനുശേഷം അവർ മുമ്പോട്ട് നടക്കുന്നു. അവർ നടന്നു പോകുന്ന സമയത്താണ് കാണുന്നതെങ്കിൽ അതെടുത്തിട്ട് വേസ്റ്റ് ബോക്സിൽ ഇട്ടതിന് ശേഷം അവർ മുമ്പോട്ടേക്ക് നടക്കുന്നു. യഹാം ലോഗ് അപ്നെ ഘർ സേ നികൽനെ വാലെ, ഇവിടെയുള്ള ആളുകൾ സ്വന്തം വീട്ടിൽ നിന്നും വരുന്ന, നികൽനെ വാലെ കൂടെ കച്ചരെ, സ്വന്തം വീട്ടിലുണ്ടാവുന്ന വേസ്റ്റുകള് കോ ബി ഡസ്റ്റ്ബിൻ മേ ജമാ കർത്തേ ഹേ അതും അവര് വേസ്റ്റ് ബോക്സിൽ നിക്ഷേപിക്കുന്നു. और फिर उसे एक जगह इकट्ठा करके, എന്നിട്ട് അതിനെ ഏക് ജഗഹ് ഒരു സ്ഥലത്ത് ശേഖരിച്ചു വെക്കുന്നു, കൂട്ടി വെക്കുന്നു. ഗാദ് കി തര ഇസ്തേമാൽ करते हैं और फिर उसे एक जगह इकट्ठा करके के लिए, അങ്ങനെ അവർ ഒരു എന്താണ് കൂടുതലായിട്ടും അവർ വീട്ടിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റുകളൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ കൂടുതലാക്കി കൂട്ടി വെച്ച് ശേഖരിച്ച് വെച്ചതിന് ശേഷം, ഗേത്തി കേലിയെ കൃഷിക്ക് വേണ്ട, ഗാദ് കി തര വളത്തിന്റെ രൂപത്തിൽ, ഇസ്തേമാൽ കർത്തേ ഹേ ഉപയോഗിക്കുന്നു, അവരത് വളമായിട്ട് ഉപയോഗിക്കുന്നു. ഒന്നുകൂടെ നോക്കാം. ശുചിത്വത്തെ പ്രതി ഈ നാട്ടുകാരുടെ ഉണർവ് എത്രമാത്രമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവര് പുറത്തേക്ക് പോകുന്ന സമയത്ത് റോട്ടില് എന്തെങ്കിലും വേസ്റ്റ് മാലിന്യം കാണുകയാണെങ്കിൽ അവരാദ്യം തന്നെ അത് എടുത്തിട്ട് വേസ്റ്റ് ബോക്സിൽ നിക്ഷേപിക്കുന്നു. അതിനുശേഷമാണ് അവരവിടെ നിന്ന് തുടർന്ന് മുമ്പോട്ടേക്ക് നടന്നു പോകുന്നത്. മനസ്സിലായില്ലേ? ഫിർ ആകെ ബഡ്തേ ഹേ, പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെയുള്ള ആളുകൾ സ്വന്തം വീടുകളിൽ ഉണ്ടാകുന്ന വേസ്റ്റുകളും അവരതുപോലെ ശേഖരിച്ചു വെച്ചിട്ട് കൃഷിക്ക് വേണ്ട വളമായിട്ട് അവര് ഉപയോഗിക്കുന്നു. മനസ്സിലായോ? ऐसा कहा जाता है कि 100 साल पहले इस गांव को हैजे की बीमारी ने बुरी तरह से जकड़ लिया था. ഐസാ കഹാ ജാത്ത ഹെ ഇങ്ങനെ പറയപ്പെടുന്നു. ഐസാ കഹാ ജാത്ത ഹെ കി ഇങ്ങനെ പറയപ്പെടുന്നു എന്തെന്നാൽ, 130 വർഷം മുമ്പ് ഇസ് ഗാവക്കോ ഈ ഗ്രാമത്തിൽ, ഐസേക്കി ബീമാരി കോളറ എന്ന രോഗം, ബുരി തരസേ ജക്കഡ് ലിയാദ കോളറ എന്ന രോഗം ചീത്ത രൂപത്തിൽ അവിടെ വ്യാപിച്ചിട്ടുണ്ടായിരുന്നു.
मेडिकल सुविधा न होने की वजह से इस बीमारी से छुटकारा पाने का एकमात्र उपाय था सफाई करना. മെഡിക്കൽ സുവിധ ഇല്ല, മെഡിക്കൽ സൗകര്യം ഇല്ലാത്തത് കാരണം തന്നെ ബീമാരിക്ക് ചുട്കാര, രോഗത്തിൽ നിന്നും മോചനം നേടുക എന്നത് ഒരേ ഒരു ഉപായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സഫായി കർണ, ശുചിത്വം പാലിക്കുക എന്ന ഒരേ ഒരു ഉപായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. गांव के लोगों का मानना है कि हमारे पूर्वजों ने कहा था कि तुम सफाई के जरिए ही खुद को बचा सकते हो. ഗാവ് കെ ലോകം കാ മാന്ന ഹെ കി, ഗ്രാമത്തിലുള്ള ജനങ്ങളുടെ അംഗീകാരം, ഗ്രാമത്തിലുള്ള ജനങ്ങൾ ഇങ്ങനെയായിരുന്നു. ഹമാരെ പൂർവജോനെ കഹാദ, ഈ ഗ്രാമത്തിലുള്ള ജനങ്ങളോട് അവരുടെ പൂർവികന്മാർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. തും സഫായി കെ സരിയെ, നിങ്ങൾ ശുചിത്വം കൂടാതെ ഖുദ് കോ ബചാ സക്തേ ഹോ, സ്വയം രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നായിരുന്നു അവരോട് പറഞ്ഞത്. അതായത് നിങ്ങൾക്ക് ശുചിത്വമാണ് വേണ്ടത്, ശുചിത്വത്തിലൂടെ നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കും, ശുചിത്വമില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കില്ല എന്നായിരുന്നു പൂർവികർ പറഞ്ഞത്. ഫിർ ചാഹേ വഹ് ഗാന ഹോ, ഘർ ഹോ, ജമീൻ ഹോ, ഗാവ് ഹോ, യാ ഫിർ അപ്നാ ശരീർ ഹി ക്യോ ന ഹോ, സഫായി ജരൂരി ഹൈ. ഫിർ ചാഹേ വഹ് ഗാന ഹോ, ഘർ ഹോ, പിന്നീട് അവര് വീടായാലും സെമീൻ ഭൂമിയും, വീടായാലും ഭൂമിയായാലും ഗ്രാമമായാലും എല്ലാം അവര് ശരീരത്തിന്റെ ഭാഗങ്ങളായാലും എല്ലാം അവര് വൃത്തിയായിട്ട് തന്നെ വെക്കുന്നതിൽ ശ്രദ്ധിച്ചു. മനസ്സിലായില്ലേ? അതായത് ഇതൊരു സാഫ് സഫായി മേ അവൽ ഗാവ്, ശുചിത്വത്തിൽ ഒന്നാമതായ ഗ്രാമത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ശുചിത്വത്തിൽ ഒന്നാമതായ ഗ്രാമമാണ് മാവലിംഗ്ലോങ്. മാവലിംഗ്ലോങ് മേഘാലയയിലാണ് ഉള്ളത്. ഇവിടെയുള്ള ആളുകൾ ശുചിത്വത്തിൽ കുട്ടികളായാലും സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവരും ശുചിത്വ കാര്യത്തിൽ ഏർപ്പെടും. അവർ പോകുന്ന വഴിയിൽ വേസ്റ്റ് കണ്ടാൽ അവരത് അവിടെ സ്ഥാപിച്ചിട്ടുള്ള മുളയുടെ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുചെന്ന് നിക്ഷേപിക്കും. വീട്ടിലുള്ള വേസ്റ്റ് ആണെങ്കിലും അവരത് നിക്ഷേപിച്ചിട്ട് അത് വളമായിട്ട് ഉപയോഗിക്കും. ഇവിടെ 130 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമത്തിൽ കോളറ എന്ന രോഗം പിടിപെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത ഉപായം ശുചിത്വമായിരുന്നു. ശുചിത്വത്തിലൂടെ മാത്രമാണ് അവർക്ക് ആ രോഗത്തിൽ നിന്നും രക്ഷ നേടാൻ സാധിച്ചത്. അതിനുശേഷം അവർ ഈ ശുചിത്വം തുടർന്നു കൊണ്ടേയിരുന്നു. അവര് വീടായാലും ഗ്രാമമായാലും സ്വന്തം ശരീരത്തിന്റെ ഭാഗങ്ങളായാലും അവര് വൃത്തിയിൽ തന്നെ സൂക്ഷിക്കാൻ തുടങ്ങി. ഓക്കെ, മനസ്സിലായില്ലേ? ഇതിലെ മീനിങ് ഐസാ കഹാ ജാത്താ ഹെ കി സാൽ പഹലെ ഇസ് ഗാവ് കോ ഹൈജെ എന്ന് പറഞ്ഞാൽ കോളറ, ബീമാരി, രോഗം. മെഡിക്കൽ സുവിധ ഹോനെ കെ വജഹ്, കാരണം, ഇസ് ബീമാരി സെ ചുട്കാര, മോചനം, ചുട്കാര പാനേക്ക, മോചനം നേടാനുള്ള, ഏകമാത്ര ഉപായ്, ഒരേ ഒരു ഉപായം, സഫായി കർണ, സഫായി കർണ എന്നാൽ ശുചിത്വം പാലിക്കുക, വൃത്തിയാക്കുക, ശുചിത്വം പാലിക്കുക എന്നൊക്കെയുള്ള അർത്ഥം. ഗാവ് കെ ലോഗോं का मानना है कि हमारे पूर्वजों, പൂർവജോ പറഞ്ഞ പൂർവികര്, കഹാദാ കി തും സഫായി കെ ജരിയെ ഹി ഖുദ് കോ, സഫായി പറഞ്ഞ വൃത്തി, ഖുദ് സ്വയം, ബച്ചാ സക്ന, ബച്ചാ പറഞ്ഞ രക്ഷ നേടുക, ബജാ സക്തെ, ബജാ സക്ന പറഞ്ഞാല് രക്ഷ നേടാൻ കഴിയുക എന്നുള്ള അർത്ഥം. ഫിർ ചാഹേ വഹ് ഗാന ഹോ, ഘർ ഹോ, ജമീൻ ഹോ, ഘർ, ജമീൻ, ഗാവ്, അത് മൂന്നും അറിയാലോ. അപ്പനാ ശരീരക്ക് അംഗ്, ശരീർ ഹി ക്യോം ന ഹോ, സഫായി ജരൂരി ഹെ, സഫായി അത്യാവശ്യമാണ്, വൃത്തി എല്ലായിടങ്ങളിലും അത്യാവശ്യമാണ് എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ഇനി ഇതിന്റെ വർക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്ന് ഇത്രയുമാണ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ഈ ചാപ്റ്റർ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക, മീനിങ് ഒക്കെ പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ.